ഇറാനി പോള ഉണ്ടാക്കിയിട്ടെടുക്കാം. അതിനു വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒരു തിക്ക് ബാറ്ററായിട്ട് അരച്ചിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിംഗ് റെഡിയാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂറിന് ശേഷം കുറച്ച് ഓയിലിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി ഫ്രൈ ചെയ്ത ഓയിലിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയുടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടി 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 തക്കാളി ചെറുതായി കട്ട് ചെയ്തതും മല്ലിയിലയോടെ ചേർത്ത് കൊടുക്കാം. ഇനി ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതുകൂടെ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കനോട് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ബാറ്റർ എടുത്തിട്ട് ഒരു പരപ്പും കുഴിയുമുള്ള ഒരു പാനിലേക്ക് 2 തവി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല എടുത്ത് കുറച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മേലേക്ക് വീണ്ടും നമ്മുടെ ബാറ്ററിൽ നിന്ന് കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കാം. ഇനി 1 മിനിറ്റ് ഒന്നുകൂടെ അടച്ച് വെക്കാം. അതിനുശേഷം അതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള മിക്സ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള ബാറ്റർ കൂടി മുഴുവനായി ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് മല്ലിയിലയും ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ ഇട്ടിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്നുകൂടെ സിമ്മിലിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റിന് ശേഷം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് മറ്റൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മേൽഭാഗം കൂടെ ഒന്ന് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ സ്പൈസി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്കാണിത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.